പറയാതെ പോയത് ശരിയായില്ല. അതാണോ മര്യാദ? തെറ്റുപറ്റി, അത് ക്ഷമിക്കണം. എന്നെ പതിക്കണം. ഇങ്ങനെ ചോദിച്ചാൽ പോരാ, താഴ്മയായി ചോദിക്കണം. തനിക്ക് പോകാൻ അനുവാദമില്ല. ഇത് ക്രമയുഗ കലിയുഗത്തിന്റെ ഒരു അബദ്ധംശം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തുടക്കത്തിൽ കാണിച്ചതെന്ന് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. കുറേ പേർക്കെന്നല്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. കാരണം അങ്ങനെ 4ാമത്തെ ദേശീയ അവാർഡും അയാൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. മലയാളത്തിൻ്റെ ഇതിഹാസം, മലയാള സിനിമയിലെ ഭ്രാന്തൻ മമ്മൂട്ടി. എന്തുകൊണ്ടാണ് ഞാൻ ഭ്രാന്തൻ എന്ന് വിളിച്ചതെന്നുള്ളത് ചില ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. മലയാള സിനിമയോട് ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശമുള്ള, മലയാള സിനിമയിൽ എക്കാലത്തും തിളങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സിനിമയെ ഒരു കലയെന്നുള്ള രീതിയിലേക്കാൾ അപ്പുറം തൻ്റെ ഒരു ഭ്രാന്തിനെ ശമിപ്പിക്കാനുള്ളൊരു വേദിയായിട്ട് കാണുന്നൊരു മനുഷ്യൻ, സെലിബ്രിറ്റി സ്റ്റാറ്റസുകൾ പേര് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത സാധാരണക്കാരനിൽ സാധാരണക്കാരനായൊരു മനുഷ്യൻ, അതാണ് മമ്മൂക്ക. ഈ 74-75 വയസ്സിലും അങ്ങേര് കാണിച്ചു വെക്കുന്ന സാധനങ്ങൾ, അത് ഇന്നത്തെ ഈ യുവതലമുറയിൽപ്പെട്ട ഒരാൾക്കും ചെയ്യാൻ സാധിക്കാത്ത വിധം ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു ടാലൻറ്റ് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അൺപ്രെഡിക്റ്റബിൾ ടാലൻ്റ് എന്ന് പറയാം. മലയാളത്തിൻ്റെ ഇതിഹാസമെന്ന് എല്ലായ്പ്പോഴും മമ്മൂക്കയെ പറ്റി പറയുമ്പോഴും, മഹാനടനമെന്ന് നമ്മളൊക്കെ പറയുമ്പോഴും, പല ആളുകളും മമ്മൂട്ടിക്കെതിരെ കളിക്കുന്ന കളികളും മമ്മൂക്കയ്ക്കെതിരെ സംസാരിക്കുന്ന കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. സംഘികളുടെ ഒരു വലിയ കളികളും നമുക്കറിയാം. എന്നു മുതലാണ് മമ്മൂക്കയ്ക്ക് ഈ അവാർഡുകൾ കിട്ടിത്തുടങ്ങിയത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ദേശീയ അവാർഡുകൾ കിട്ടിത്തുടങ്ങിയത് നൂറ്റാണ്ടുകൾക്കിപ്പുറമാണ് അല്ലേ? നമുക്കറിയാം 1990-ലാണ് മമ്മൂക്കയ്ക്ക് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നത്. പിന്നീട് അതിനുശേഷം 94 അവാർഡ് കിട്ടുന്നു, അത് വിധേയൻ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. പിന്നീട് അതിനും ശേഷം 99 ഒരു അവാർഡ് കിട്ടുന്നു, അത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിലൂടെയാണ്. ഇതെല്ലാം 90 കാലഘട്ടങ്ങളിലാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് കിട്ടുന്ന 2026-ലാണ്. അതാണ് ഈ പറയുന്ന ഭ്രമയുഗത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡ്. ഭ്രമയുഗം എന്ന് പറയുന്നൊരു സിനിമ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അവാർഡ് പടമാണ് അല്ലേ? നമുക്ക് അവാർഡ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇരുന്ന് കാണുന്ന പടങ്ങളാണോ? ഒരിക്കലുമല്ല. ഇതൊക്കെ അവാർഡ് പരാമർശത്തിന് വേണ്ടിയല്ല, അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നോമിനേഷനിലേക്ക് പോകപ്പെടുന്ന സിനിമകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള അവാർഡ് സിനിമകളെന്ന് പറയപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള കുറേ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെയുള്ള, അല്ലെങ്കിൽ കുറേയൊക്കെ ഇങ്ങനെ മിത്തൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സിനിമകളെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങളിൽ ഈ അവാർഡ് പടം മാത്രം എടുത്തിട്ട് എനിക്ക് തോന്നി കോവിഡിൻ്റെ കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇത്രയധികം സെലക്റ്റീവായി മാറിയത്. അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സിനിമകൾ എല്ലാം ഒന്നിനൊന്നും മികച്ചതാണ്. മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു പ്രൊഡക്ഷന് അദ്ദേഹം രൂപം കൊടുക്കുന്നു. അങ്ങനെ ആ പ്രൊഡക്ഷനിൽ കൂടി വരുന്ന സിനിമകൾ, തൻ്റെ മുൻപിൽ കഥ പറയാൻ വരുന്നവർ, അത് പുതിയ ആളുകളായിക്കോട്ടെ പഴയ ആളുകളായിക്കോട്ടെ, ആര് വന്നാലും അവരെ നിരുത്സാഹപ്പെടുത്തി വിടുന്നൊരു ആളല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതമല്ല മമ്മൂക്കയ്ക്കുള്ളത്. വരുന്നവർ പറയുന്ന ഏതൊരു കഥയും തനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സ്വീകരിക്കാറുമുണ്ട്, തെറ്റുകളുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്തി കൊടുക്കാറുമുണ്ട്. അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്ന കഥകളിൽ അദ്ദേഹം ഒരു കഥാപാത്രമാവും. ശരിക്കും പറഞ്ഞ ഒരു കഥാപാത്രമല്ല, അതിൽ കൂടി അദ്ദേഹം ജീവിക്കും. ഭ്രമയുഗം സിനിമ, പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം നൻപകൽ നേരത്ത് മയക്കം, പിന്നെ അതേപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ചിത്രമുണ്ട് കാതൽ എന്ന് പറയുന്നൊരു സിനിമ അല്ലേ? അതിൽ അദ്ദേഹം ഒരു ഗേ ആയിട്ടാണ് അഭിനയിക്കുക, അല്ലെ ഒരു ബൈസെക്ഷൽ ഗൈ ആയിട്ട് അഭിനയിക്കുക. പെണ്ണിനോടും പുരുഷന്മാരോടും ഒരേ ഒരു ആഗ്രഹമുള്ള ഈ ഒരു സുവർഗ അനുരാഗി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം അഭിനയിക്കുന്നതല്ല, അദ്ദേഹം ജീവിക്കുകയാണ്. ആ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരേ സമയം വിഷമവും ഒരേ സമയത്ത് എന്തൊക്കെയോ നമ്മുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഓടിപ്പോകും. ഇയാൾ എന്തിനാണ് ഇങ്ങനെ കഥാപാത്രം ചെയ്തതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. മമ്മൂക്കയോട് ഒരു വെറുപ്പ് വരെ തോന്നിപ്പോകും. അങ്ങനെ സിനിമ കാണുന്ന ആസ്വാദകൻ ഓരോ രീതിയിലും ഓരോ വികാര നിർഭരമായിട്ടുള്ള രംഗങ്ങൾ അവരുടെ മനസ്സിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ വൈകാരികമായിട്ട് മമ്മൂട്ടിക്കെതിരെ തോന്നിയിട്ടുണ്ടെങ്കിലും മമ്മൂട്ടിക്ക് വേണ്ടി തോന്നിയിട്ടുണ്ടെങ്കിലും, അതൊക്കെ ആ ഒരു മനുഷ്യൻ്റെ കഴിവൊന്നുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം ചെയ്തു വെക്കുന്ന കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടല്ല നിൽക്കുന്നത്. അതായത് മമ്മൂക്ക ഇപ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാണ്. അങ്ങനെയുള്ളൊരു എനിക്ക് ഇങ്ങനത്തെ കഥ പറ്റില്ല. ഒരു ഗേ ആയിട്ടോ ഒരു ബൈസെക്ഷൽ ഗൈ ആയിട്ടോ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റാർഡം ഇടിയുന്നൊരു സാധനമാണ്. അങ്ങനെയുള്ള കഥകളിൽ ഞാൻ അഭിനയിക്കാൻ പാടില്ല, അത് എൻ്റെ വാല്യൂകളെയും എൻ്റെ ഇമേജിനെ അത് തകർക്കും എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളോ ഇങ്ങനെയുള്ള ചിത്രങ്ങളോ ഇങ്ങനെയുള്ള നല്ല നിമിഷങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. മമ്മൂക്ക വളരെയധികം സെലക്റ്റീവാണ്. നല്ല സിനിമകൾ മാത്രം ചെയ്യുക, അതിന് കിട്ടുന്ന പ്രതിഫലം അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒറ്റ മൈൻഡ് സെറ്റ് ഉള്ളൊരു മനുഷ്യനാണ്. കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ധനുഷ് വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് എനിക്ക് അത്രയും പൈസയൊന്നും വേണ്ട,
എനിക്ക് ചെറിയ ഒരു തുക മതി, നല്ല സിനിമയായാൽ മതി, നല്ല സിനിമകൾ ഉണ്ടാവണം. അത് മലയാളത്തിലായിക്കോട്ടെ, തമിഴിലായിക്കോട്ടെ, ഏത് ഭാഷയിലും ആയിക്കോട്ടെ നല്ല സിനിമകൾ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് എൻ്റെ ഒരു സംഭാവന അതെല്ലാം ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ കാണും. അതിന് പണമല്ല ബേസിക്കായി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡം പണമാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് മമ്മൂക്ക. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ജൂറി പരാമർശത്തിൽ മമ്മൂക്കയെ പറ്റി പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് കേട്ട് നോക്കാം. അതിലൊരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആ ഒരു ജൂറിയിൽ എല്ലാ ആളുകൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ പ്രകടനം ഏറ്റവും മുന്നിൽ. എല്ലാ ജൂറി അംഗങ്ങൾക്കും ഏറ്റവും ഇഷ്ടമായ ചിത്രം ഭ്രമയുഗം. ജയരാജൻ എന്ന് പറയുന്ന ജൂറി ചെയർമാൻ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം. ദിസ് വിഷ്വലി സ്റ്റണ്ണിംഗ് ഫോർ ഹൊറർ ഫിലിം masterfully blends mythology, folklore, psychological tension and serves as a powerful allegory on greed, elevated by exceptional performances and haunting cinematography. Actor Mammootty. ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടി. ഈ ഒരു പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. മെഗാ സ്റ്റാർ എന്നും ബെസ്റ്റ് ആക്ടർ എന്നും ഒക്കെ നമ്മൾ പറഞ്ഞ് വിശേഷിപ്പിക്കുമ്പോൾ, ആ വിശേഷണങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ എന്തൊക്കെ വിമർശനങ്ങളാണല്ലേ. കഴിഞ്ഞ തവണ ഞാനിട്ടൊരു പോസ്റ്റിൽ ഒരു മകൻ വന്ന് മെഴുകുന്നുണ്ടായിരുന്നു. ഇയാൾ ചത്തില്ലേ? ആര് ചത്തില്ല എന്നാണ് അവൻ ചോദിക്കുന്നത്? മമ്മൂട്ടി ചത്തില്ല എന്നാണ്. മമ്മൂട്ടി ഇനിയും ചത്തില്ല എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളതിന് മറുപടി കൊടുത്തതാണ്, അവൻ ചത്ത, അവൻ്റെ അച്ഛനും ചത്ത, അവൻ്റെ അച്ഛൻ്റെ അച്ഛനും ചത്ത് കഴിഞ്ഞാലും മമ്മൂട്ടി ഇവിടെ തന്നെ കാണും. അപ്പോൾ അതിനെ മെഴുകാൻ വേണ്ടി വേറൊരാളുണ്ട്. ഇങ്ങനെ ചത്തിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ എന്തിനാണ് ജീവിക്കുന്ന, ആർക്കെങ്കിലും ഒരു ശാപമായിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് അയാൾ ചാവണ്ടെന്നാണ് നീ പറയുന്നത്, എത്രയും നരയിപ്പിക്കുന്ന എന്തിനാന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ആ ചാവ് കാണാനായിട്ട് കാത്തിരിക്കുന്നവന്മാരോടും ആ മരിപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവന്മാരോടുമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യം തന്നെയാണെന്ന് കൂട്ടിക്കോ. എടാ മക്കളെ, മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ സിനിമയിൽ കൂടി ഉണ്ടാക്കുന്നതെല്ലാം അയാളുടെ കുടുംബത്തിനും അയാളുടെ മക്കൾക്കും വേണ്ടി മാത്രമല്ല പോകുന്നത്. എത്രയെത്ര നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്നറിയാമോ? അത് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഒരു നല്ലൊരു ശതമാനം പണവും അതിനുവേണ്ടി അദ്ദേഹം മാറ്റിവെക്കുന്നുണ്ട്. രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് അദ്ദേഹം ചെയ്യുന്ന എത്രയെത്ര കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയും കലയുടെയും കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ കാതലാളായ ഒരു മനുഷ്യനാണ് മമ്മൂക്ക എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു ശതമാനം കേരളത്തിലെ ജനങ്ങളും മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ അപ്പുറം, പത്മഭൂഷൺ കിട്ടിയൊരു മനുഷ്യൻ എന്നതിനേക്കാൾ അപ്പുറം അയാളൊരു നല്ല മനുഷ്യ സ്നേഹിയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്, ഞാനടക്കമുള്ള ആളുകൾ കേട്ടോ. അപ്പം മമ്മൂക്കയെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നല്ല രോമാഞ്ചമാണ് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മൾ മമ്മൂക്കയെ പറ്റി ഒരുപാട് സമയങ്ങളിൽ എല്ലായ്പ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു പുണ്യമായിട്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നോക്കി. സംഘികളും ഈ കൊങ്ങികളും കമ്മികളും ഒക്കെ സംഘികൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ കടി. കാരണം അയാളൊരു മുസൽമാനാണ്. ഒരു മുസൽമാനായിരിക്കുന്ന മമ്മൂട്ടി, ആ മമ്മൂട്ടിയെ ഒരുപാട് ഉയർത്തിക്കൊണ്ട് വരുന്നത് നമുക്ക് പ്രശ്നമാണ്. ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി ഇരിക്കുന്നവരല്ലേ നമ്മൾ. അങ്ങനെ ഇരിക്കുന്നവർക്ക് അതൊരു പ്രശ്നമാണ്. പിന്നെ അയാളുടെ രാഷ്ട്രീയം, കമ്മ്യൂണിസത്തിനെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ ചേർത്ത് പിടിക്കുന്ന മമ്മൂട്ടിയുടെ രാഷ്ട്രീയം, അത് കുറേ അധികം ആളുകൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് സിനിമയിലായിക്കോട്ടെ അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിലായിക്കോട്ടെ എല്ലായിടത്തും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അതിനെയും അങ്ങ് തീർക്കണം. ഇതെല്ലാം ഒരു മൂലബിന്ദുവാക്കിക്കൊണ്ട്, അല്ലെ ഇതെല്ലാം ഒരു കാരണമാക്കിക്കൊണ്ട് മമ്മൂട്ടിക്കെതിരെ കളിക്കുന്ന വൃത്തികെട്ട കളികൾ, അതൊന്നുകൊണ്ട് മാത്രമാണ് 90കളിൽ അവാർഡ് കിട്ടിയതിന് ശേഷം മമ്മൂക്കയ്ക്ക് 20കളിൽ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണവും. മമ്മൂക്കയ്ക്ക് 90കളിലും 80കളിലും കിട്ടിയിരിക്കുന്ന അവാർഡുകൾ അതിനുശേഷം പിന്നീട് മമ്മൂക്കയെ പരിഗണിക്കുന്നില്ല. എത്രയോ നല്ല ചിത്രങ്ങൾ നോമിനേഷൻ പോയി. ആ നോമിനേഷൻ പോയ ചിത്രങ്ങളൊന്നും അവാർഡിൻ്റെ ആ ഒരു നോമിനേഷനിൽ നിന്ന് തന്നെ റിജക്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ നിന്ന് കുറച്ച് സംഗീത അടിമകൾ അങ്ങോട്ടേക്ക് പോകുന്നു. അതിൽ ഏറ്റവും പേരെടുത്ത് പറയേണ്ട ഒരാളുണ്ട്, മേജർ രവി. മേജർ രവി ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പണിയെടുത്ത് മേജർ രവിയുടെയും വൃത്തികെട്ട കളികൾ കാരണം മമ്മൂക്കയ്ക്ക് കിട്ടേണ്ട പല അവാർഡുകളും നഷ്ടമായി. എന്നിട്ടും മമ്മൂക്ക ആരോടും പരാതിയും പരിഭവവും ഒന്നും പറഞ്ഞില്ല. അയാൾക്കറിയാം അയാൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലം അയാൾക്ക് കിട്ടുന്നുണ്ട്. അത് പ്രതിഫലം എന്ന് പറഞ്ഞാൽ പണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അക്സെപ്റ്റൻസ്, ജനങ്ങൾ സ്വീകരിക്കുന്ന രീതി. ഇങ്ങനെ ഒരാൾക്കൊരു സിനിമ ആസ്വാദ്യകരമാക്കാൻ സാധിക്കുമെന്ന് അതിൽ PhD എടുത്തൊരു മനുഷ്യനാണ് മമ്മൂക്ക. വക്കീൽ പണിയായിരുന്ന അല്ലെ വക്കീലായിരുന്ന മമ്മൂക്ക ആ പണി വേണ്ടെന്ന് വെച്ച് അഭിനയത്തിലേക്ക് വന്നത് അത് അദ്ദേഹത്തിന് പണം ഉണ്ടാക്കാനുള്ളൊരു ഉപാധി എന്നതിനേക്കാൾ അപ്പുറം തൻ്റെ ഉള്ളിലൊരു ഭ്രാന്തനുണ്ട്. ആ ഭ്രാന്തനെ ശമിപ്പിക്കണമെങ്കിൽ, ആ ഭ്രാന്ത് അവസാനിക്കണമെങ്കിൽ സിനിമ ചെയ്താലേ പറ്റൂ എന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിലെന്തിനാണ് ഇത്ര വിരളി പിടിക്കുന്നത്, എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. എന്തായാലും അർഹതപ്പെട്ട അംഗീകാരം കാലം എത്ര കഴിഞ്ഞാലും, കാലങ്ങൾ എത്ര താണ്ടിയാണെങ്കിലും അത് അർഹതപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ എത്തുമെന്നുള്ളതിൻ്റെ നേർക്കാഴ്ച കൂടിയാണിത്. എന്തായാലും മമ്മൂക്ക ഒരു ബിഗ് സല്യൂട്ട്.